ഓണാണ്, ഒന്ന് വിളിച്ചു പറയും. ഇടിക്കില്ലേ? ഓണാണ്, ഓണാണ്. എടാ നിൽക്ക അങ്ങോട്ടും. എന്തോ നിങ്ങൾ ശരി ശരി ശരി. ദൃശ്യങ്ങൾ കാണുന്നതാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം അദ്ദേഹം ഒരു കടയിൽ മിഠായിയോ മറ്റോ വാങ്ങാൻ വേണ്ടി കയറുകയാണ്. ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തോടൊപ്പം KSUവിന്റെ ജില്ലാ പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്. ഏത് മൂഡ് സെൽഫി മൂഡ്, ഏത് മൂഡ് സെൽഫി മൂഡ്, ഏത് മൂഡ് സെൽഫി മൂഡ്, ഏത് മൂഡ് സെൽഫി മൂഡ്. പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിറങ്ങിയത് മുതൽ ഏത് മൂഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽഫി മൂഡ് എന്ന് മാത്രമേ പറയാനുള്ളൂ. പാലക്കാട്ട് കുറെ ആളുകൾ ചൂലൊക്കെ വാങ്ങിയിട്ട് അവിടെയും ഇവിടെയൊക്കെ കുത്തിയിരുന്ന് ചില നമ്മൾ തള്ളിക്കളയുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്തിയെങ്കിലും പാലക്കാട്ട് പൊതുവെ ഇന്നലെ ഒരു സെൽഫി മൂഡ് മാത്രമായിരുന്നു. സെൽഫി മൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിറങ്ങിയ പാലക്കാട്ട് ജനങ്ങൾ അയാളെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അയാൾ പാലക്കാട് നഗരത്തിൽ ഒന്ന് പ്രദക്ഷിണം നടത്തി, പലയിടത്തും കറങ്ങി, തന്നെ കണ്ടവരെ അഭിവാദ്യം ചെയ്തു, അവർക്ക് ഹാൻഡ് ഷേക്ക് കൈ കൊടുത്തു, അവരോട് സംസാരിച്ചു, കുശലം പറഞ്ഞു, തോളിൽ കൈയിട്ടു, ചേർത്ത് പിടിച്ചു, കെട്ടിപ്പിടിച്ചു. അവർ ഊഷ്മളമായ ആ ഒരു അനുഭവങ്ങൾ എല്ലാവരും പങ്കുവച്ചു. അതിൻ്റെ കൂടെ നിങ്ങളിപ്പോൾ കണ്ടതുപോലെ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ കയറിയിടത്തും അല്ലാതെയും ഒക്കെ ആയിട്ട് പലയിടങ്ങളിലായിട്ട് പലരും അദ്ദേഹവുമായി സെൽഫി എടുത്തു, ഒക്കെ ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുമ്പിൽ ആരും പ്രതിഷേധിക്കുവാനോ അയാളെ തെറി പറയുവാനോ അയാളെ അധിക്ഷേപിക്കുവാനോ അയാൾക്കെതിരെ മുദ്രാവാക്യം മുഴക്കുവാനോ ഒന്നും ആരും എവിടെയും ഉണ്ടായില്ല. പാലക്കാട്ട് ഇന്നലെ വെറും ഒരു സെൽഫി മൂഡായിരുന്നു, ഒരു സെൽഫി മൂഡ്. ആ സെൽഫി മൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്ടെ ജനം നമ്മൾ ഇന്നലെ കണ്ടതാണ്. പാലക്കാട്ടെ ജനം രാഹുലിനെ ഏറ്റെടുത്തു എന്നുള്ളതാണ് എല്ലാ അർത്ഥത്തിലും. ഈ ആരോപണങ്ങളും ഈ വിവാദങ്ങളും ഈ കോലാഹലങ്ങളും ഈ ബഹളവും ഈ ഒച്ചപ്പാടും ഒന്നും പാലക്കാട്ടെ ജനത്തിന് ഈ രാഹുലുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഒരു വിള്ളൽ വീഴ്ത്തുവാനോ അയാളെ സംശയിക്കേണ്ട രീതിയിലേക്ക് പോകാനോ അയാളിൽ നിന്ന് മാറി നിൽക്കുവാനോ ഒന്നും അവർ തയ്യാറല്ല എന്നുള്ളതാണ്. രാഹുൽ അത് തന്നെയാണ് അയാൾ ആദ്യം പാലക്കാട് ഇറങ്ങിയിട്ട് ആദ്യം ചെയ്തതും. അയാൾ ഒരു ടെസ്റ്റ് അടിക്കുകയായിരുന്നു. പാലക്കാട് ഇന്നലെ വന്നപ്പോൾ 10:30 അയാൾ MLA ഓഫീസിലെത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ പറഞ്ഞു. മാധ്യമങ്ങൾ അത് കണക്ക് കൂട്ടി അവിടെ വെയിറ്റ് ചെയ്തു. പക്ഷേ അയാൾ MLA ഓഫീസിൽ വന്നില്ല. അയാൾ പാലക്കാട് ടൗണിൽ വന്നു, അവിടെ കറങ്ങി, ജനങ്ങളെ പലരെയും കണ്ടു, തന്നെ വോട്ടർ ചെയ്ത് വിജയിപ്പിച്ച പല ആളുകളെയും കണ്ടു, ആ വോട്ടർമാരെ കണ്ടു, അവരുമായിട്ട് സൗഹൃദങ്ങൾ പുതുക്കി, അഭിവാദ്യം ചെയ്തു, കൈ നൽകി. അങ്ങനെ ഒരു വലിയ ഒരു സൗഹൃദം പുതുക്കലായിരുന്നു ഇന്നലെ പാലക്കാട് കണ്ടത്. ആ കൂട്ടത്തിൽ ഏത് മൂഡാണെന്ന് ചോദിച്ചാൽ അവിടെ സെൽഫി മൂഡായിരുന്നു പാലക്കാട്. അതിനപ്പുറത്തേക്ക് ഈ ബഹളങ്ങളോ പ്രതിഷേധങ്ങളോ കോലാഹലങ്ങളോ അധിക്ഷേപങ്ങളോ പരിഹാസങ്ങളോ ഒന്നും രാഹുലിന്റെ മുന്നിൽ ഇന്നലെ എവിടെയും കണ്ടില്ല എന്നുള്ളതാണ്. ചിലരൊക്കെ ഈ MLA ഓഫീസിന്റെ പരിസരത്തായിട്ട് പോലീസ് ബാരിക്കേഡ് കെട്ടി തിരിച്ചിരിക്കുന്നതിന് അപ്പുറത്തായിട്ട് ചില പ്രതിഷേധങ്ങളൊക്കെ വിരലിൽ എണ്ണാവുന്ന ആളുകളൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടു. അത് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ അതിനെ കാണുന്നില്ല. അത് വെറും രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാണ്. കാരണം അത്രേ ജനപങ്കാളിത്തം ഉണ്ടായുള്ളൂ എന്ന് മാത്രമല്ല, രാഹുൽ പരസ്യമായിട്ട് ഇന്നലെ പാലക്കാടിന്റെ ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടും അയാൾക്കെതിരെ ഒരു പ്രത്യക്ഷ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങളോ തടയലോ മറ്റുള്ളതോ ഒന്നും എവിടെയും കണ്ടില്ല എന്ന് മാത്രമല്ല,
അയാൾ ചെന്നിറങ്ങിയിടത്തൊക്കെ ആളുകൾ അയാളുടെ കൂടെ സെൽഫി എടുക്കുവാനും അയാളെ കെട്ടിപ്പിടിക്കുവാനും അയാൾക്ക് കൈ നൽകുവാനും കുശലം പറയുവാനും അയാളെ ചേർത്ത് പിടിക്കുവാനും കാര്യങ്ങൾ അന്വേഷിക്കുവാനും ഒക്കെ കാര്യങ്ങൾ സംസാരിക്കുവാനും ഒക്കെ താല്പര്യപ്പെടുകയായിരുന്നു. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്നലെ ഭക്ഷണം കഴിക്കാൻ ചെന്നെടുത്ത് ഈ വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞിട്ട് ആ ഫുഡ് നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ കയറിയിട്ട് അവിടെ നിന്ന് ഈ സെൽഫിയൊക്കെ എടുക്കുന്ന ദൃശ്യങ്ങളും മറ്റുള്ളതും അഭിനന്ദനങ്ങളും തിരിച്ചുവരവിൽ സന്തോഷങ്ങളും രാഹുലിന്റെ തിരിച്ചുവരവിൽ പാലക്കാട്ടെ ജനം അത്രയധികം സന്തോഷത്തിലാണ്. അവർ അത് മറച്ചു വെക്കുന്നില്ല. അവർ രാഹുലിനോട് യാതൊരു പരിഭവവും കാണിക്കുന്നില്ല. അവർ രാഹുലിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു, കൂടെ ഓരോ സെൽഫി എടുക്കുന്നു. അവരുടെ സ്നേഹം അവർ രാഹുലിനെ അറിയിക്കുന്നു. തിരിച്ചു വന്നതിലുള്ള നന്ദി പോലും അവരെ കാണിക്കുന്നു. അങ്ങനെ രാഹുലിനെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുന്നു. ഇതായിരുന്നു പാലക്കാട്ടെ ഒരു മൂഡ്. അതിനപ്പുറത്തേക്ക് വാർത്താ മാധ്യമങ്ങളിൽ നിറയുന്നത് പോലെയോ BJPയുടെ പ്രതിഷേധങ്ങളോ DYFIയുടെ പ്രതിഷേധങ്ങളോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു എന്നല്ലാതെ ഇതൊന്നും കാര്യമായ പ്രതിഷേധങ്ങളോ അയാളെ തടയുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്കോ ഒന്നും എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പാലക്കാട് പോലെ ഒരു വലിയ മത്സരം നടന്ന ഒരു നിയോജക മണ്ഡലം, ആ മണ്ഡലത്തിൽ അവിടെ കോൺഗ്രസിന്റെ കൂടെ ശക്തമായ മത്സര രംഗത്തുണ്ടായിരുന്നവരാണ് BJPയും ഈ CPMഉം ഈ BJP കൂട്ടുകെട്ടും ഒക്കെ. അപ്പോ ആ ഒരു മത്സര രംഗത്ത് ഉണ്ടായവർ ഓഫ് കോഴ്സ് ഒരു നാട്ടിൽ അവിടെ കോൺഗ്രസ് വിജയിച്ചെന്ന് കയറി, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വിജയിച്ച് കയറി, ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ചെന്ന് കയറി, അവിടെ അയാൾ ആ നാടിന്റെ MLA ആണെങ്കിലും ആ നാടിന്റെ ജനപ്രതിനിധി ആണെങ്കിലും അവിടെ രാഹുലിന് എതിരായി വോട്ട് ചെയ്തവരുണ്ട്. അതിൽ CPMകാരുണ്ട്, സഖാക്കളുണ്ട്, BJPക്കാരുണ്ട്, സംഘപരിവാറുകാരുണ്ട്. അപ്പോ അങ്ങനെ വരുമ്പോ ഇത്തരത്തിൽ ഒരു ജനപ്രതിനിധിക്ക് നേരെ ഒരു ആരോപണങ്ങളും ഈ വിവാദങ്ങളും കോലാഹലങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമാണ് പ്രതിഷേധങ്ങൾ ഉണ്ടാവും. ആ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. ജനാധിപത്യ പ്രക്രിയയിലൂടെ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറിയ ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാവിധ പ്രതിഷേധങ്ങളെയും നേരിടാനും അയാൾ തയ്യാറാണ്. അവിടെ പ്രതിഷേധങ്ങൾ ജനാധിപത്യ രീതിയിലാവണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്കുള്ള പ്രതിഷേധങ്ങൾ അതിനെ നേരിടേണ്ട രീതിയിൽ നേരിടും. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഈ ചൂല് കൊണ്ടോ തീട്ടം കൊണ്ടോ ചാണകം കൊണ്ടോ ഗോമൂത്രം കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും എന്തൊക്കെ വേണമെങ്കിലും എടുത്ത് കയ്യിൽ കിട്ടുന്നതൊക്കെ എടുത്ത് വന്ന് പ്രതിഷേധിക്കാം. ബട്ട് പൊതുവെ പാലക്കാടിന്റെ ഒരു മൂഡ് എന്തായിരുന്നു എന്ന് ഇന്നലെ രാഹുൽ മാങ്കൂട്ടം വന്നിറങ്ങിയ സമയത്തും അത് കഴിഞ്ഞാൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന സമയത്തും പൊതുവെ പാലക്കാട് എന്തായിരുന്നു ഒരു മൂഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെൽഫി മൂഡായിരുന്നു. രാഹുലിനെ ഇരു കൈയും നീട്ടി ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു മൂഡായിരുന്നു. അത് ഈ പറയുന്ന പ്രതിഷേധങ്ങളൊക്കെ ഉണ്ട് എന്നും ഈ പറയുന്ന കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങൾ തന്നെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ആവേശപൂർവ്വം അവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കുന്നതും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നതും രാഹുലിനെ കെട്ടിപ്പിടിക്കുന്നതും അയാളുമായിട്ട് കുശലം പറയുന്നതും അയാളുമായിട്ട് സമയം ചെലവഴിക്കുന്നതും ഒക്കെ ഈ മാധ്യമങ്ങൾ തന്നെ നമ്മളെ കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊന്നും ആർക്കും നിഷേധിക്കാനാവില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർത്തിയിരിക്കുന്ന ഈ ആരോപണങ്ങൾ അത് പാലക്കാട്ട് ജനതയെ എന്ന് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പൊതുമധ്യത്തിൽ പൊതുസമൂഹത്തിൽ അത് വലിയ ഒരു ചർച്ചയാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് മാധ്യമങ്ങളിൽ അവർ അത് അവരുടെ വ്യൂവർഷിപ്പിനെയും അവരുടെ TRP റേറ്റിങ്ങിനെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർ അത് 24 മണിക്കൂറും ലൈവായി കൊണ്ടു നടക്കുവാനുള്ളതും അതുപോലെ അതിൽ പലതിലും അയാൾ ഭക്ഷണം കഴിക്കുന്നതിൽ പോലും ഈ പറയുന്ന വിവാദങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിനെയൊന്നും നമ്മൾ എവിടെയും ചോദ്യം ചെയ്യുന്നില്ല, അതിനെയൊന്നും എവിടെയും നമ്മൾ എതിർക്കുന്നുമില്ല. ബട്ട് വിമർശനങ്ങൾ അത് മാധ്യമങ്ങൾക്ക് മാത്രമേ വിമർശനങ്ങൾ ഉന്നയിക്കാൻ പാടുള്ളൂ. അതല്ലാത്തവർ നിങ്ങൾ പറയുന്ന വിമർശനങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ ചെയ്യുന്ന നെറികേടിനെയും വിമർശിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ പടച്ചുവിടുന്ന ഈ പറയുന്ന പച്ചനുണകൾ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്ട് ഇന്നലെ ഒരു ആഘോഷത്തിന്റെ മൂഡായിരുന്നു എല്ലാ അർത്ഥത്തിലും. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മനസ്സ് നിറഞ്ഞ് ഇന്നത്തെ രാത്രി കിടന്നുറങ്ങാം. കാരണം ഇത്രയും ദിവസത്തെ വിവാദങ്ങൾക്കിടയിലും
അയാളുടെ മനസ്സിൽ എപ്പോഴും ഒരു ചോദ്യമായിട്ട് ഉയർന്നിട്ടുണ്ടാവുക ഈ വിവാദങ്ങളും ഈ കോലാഹലങ്ങളും ഈ ആരോപണങ്ങളും ഒക്കെ എത്രത്തോളം എന്നെ പാലക്കാട്ട് ജനങ്ങളെ ബാധിച്ചിട്ടുണ്ടാവും, അവരുടെ മനസ്സിൽ എൻ്റെ സ്ഥാനം എന്തായിരിക്കും എന്നുള്ള ചോദ്യമുണ്ടാവും. ഇന്നലെ അയാൾ വന്നിറങ്ങിയത് മുതൽ ആ രാത്രി ഇരുട്ടുന്നത് വരെ ഉള്ള സമയങ്ങളിൽ അയാൾക്ക് കിട്ടിയിരിക്കുന്ന ഈ പറയുന്ന റെസ്പോൺസ്, അതിൽ നിന്ന് അയാൾ ഇന്നലത്തെ രാത്രി നന്നായിട്ടൊന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ആവേശത്തോടു കൂടി പാലക്കാട്ടെ ജനം ഇരു കൈയും നീട്ടി സന്തോഷത്തോടു കൂടി അവരുടെ മുന്നിലേക്ക് വന്ന ജനപ്രതിനിധിയെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അവർ വലിയ പ്രത്യക്ഷമായ പ്രതിഷേധങ്ങളിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന മുദ്രാവാക്യം വിളികളിലേക്കോ അധിക്ഷേപങ്ങളിലേക്കോ ഒന്നും അവർ കടന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്.